ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് അത് മനസ്സിലാക്കാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? കോൺഗ്രസ്സുകാരെല്ലാം രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെയാണ് കാണുക. ഇപ്പോൾ പിണറായി വിജയൻ കെ എസ് ശബരിനാഥൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ, അതായത് മുഖ്യമന്ത്രിയെ വിമാനത്തിൽ ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകൂടിയാണ് കെ എസ് ശബരിനാഥൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രമാത്രം വെഞ്ചൻസോടെ ഈ ദിവ്യ എസ് അയ്യരോട് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇടത് സർക്കാരും പെരുമാറണം. ആ വെഞ്ചൻസ് കാട്ടിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിനെ വലിയ രീതിയിൽ അങ്ങ് ആകുലപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ദിവ്യ എസ് അയ്യർ എത്രത്തോളം കേപ്പബിൾ ആണ്, അവർ പഠിച്ചു വന്ന കാലം മുതൽ അവർ ആ കേപ്പബിലിറ്റി പ്രൂവ് ചെയ്തു വന്ന ആളാണ്. സെന്റ് തോമസ് സ്കൂളിൽ ആണ് അവർ പഠിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, തിരുവനന്തപുരത്തെ. അപ്പോൾ അവിടുത്തെ സെന്റ് തോമസ് റെസിഡൻഷ്യൽ സ്കൂൾ മുതൽ അവരുടെ ഇങ്ങോട്ടുള്ള വിദ്യാഭ്യാസ കാലത്ത് അവർ വളരെ മിടുക്കിയായിട്ടുള്ള ഒരാളായിരുന്നു. അത് മുതൽ അവർ ഇങ്ങോട്ട് അവരുടെ കരിയറിലായാലും അവർ ആ മിടുക്ക് കാണിച്ചു തന്നെയാണ് വന്നിട്ടുള്ളത്. അല്ലാതെ അവർക്ക് ആരുടെയും പാദസേവ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ പാദസേവകർ കൂടുതലുള്ള ഒരു പാർട്ടിക്ക് ആ പാദസേവയെക്കുറിച്ച് പറയാൻ തോന്നും. ദിവ്യ എസ്സറിന്റെ കാര്യത്തിൽ അവർക്ക് പാദസേവ ചെയ്യേണ്ട കാര്യമില്ല. അവരവരുടെ മെറിറ്റിൽ നിൽക്കുന്ന ഒരാളാണ്. ആ മെറിറ്റ് കൊണ്ടാണ് അവരുടെ പങ്കാളിയുടെ രാഷ്ട്രീയം പോലും അവരുടെ ആ ഉയർച്ചയെ ബാധിക്കാതെ നിൽക്കുന്നത്. അല്ലാതെ അവർ ഏതെങ്കിലും തരത്തിൽ പാദസേവ ചെയ്ത് നേടിയെടുത്തതാണ് ഈ സ്ഥാനങ്ങൾ എന്നുള്ള ആ വാദഗതിയോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ആ പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വിഡ്ഢികളാണെന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്.